ആരാ നിലവിളിച്ചേ? നിലവിളിക്കേ? ആര്? എവിടെ? നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും, നീ വന്നേ. ഞാൻ കേട്ടതാ. അയ്യോ, എന്തൊരു കഷ്ടത, നീ വന്നേ. അല്ല അന്നേ, ഞാൻ കേട്ടതാ. അവിടെ എന്താ മൂന്തേട്ടാ, ആകെ വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ല. പിന്നെ നീ അമ്പലത്തിൽ പോയില്ലേ? നേർച്ചക്കിടാനുള്ള കാശ് മൂന്തേട്ടന്റെ തലക്കൊഴിഞ്ഞു വാങ്ങാൻ മറന്നുപോയി. ആണോ? ഇതൊക്കെ നേരത്തെ പറയണ്ടേ? കൊണ്ടുപോവാ. തുപ്പല്ലേ, ഇത് അമ്പലത്തിൽ ഇടാനുള്ളതാ. ചേച്ചി ഒന്ന് പെട്ടെന്ന് വാ, അമ്പലത്തിൽ നട അടയ്ക്കും. എനിക്ക് പായസം കുടിക്കാൻ ഉള്ളയാണെന്ന്. നടയടയ്ക്കും, വേഗം ചെല്ലാൻ വാ. എന്താ മൂന്തേട്ട ഇത് ചടങ്ങ് തീർക്കും പോലെ? ഇതൊന്നും വീടിന് പുറത്ത് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല. വീടിനകത്ത് പോയി നല്ല ഗൗരവത്തോടെ ചെയ്യേണ്ടതാ. എങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാൻ വാ. അതിനെന്തിനാ നമ്മുടെ വീട്ടിൽ പോണേ? ഇവിടെ വെച്ച് ചെയ്താ പോരെ? വരൂ. അല്ല, ഈ വക സംഗതികളൊക്കെ നമ്മുടെ വീട്ടിലെ പൂജാമുറിക്ക് അകത്ത് വെച്ച് ചെയ്യേണ്ട കാര്യം. അതൊന്നും സാരമില്ല. ദേവി, എന്റെ മൂന്തേട്ടനെ സംശയിച്ചതിനും തെറ്റിദ്ധരിച്ചതിനും ഒക്കെ എനിക്ക് മാപ്പ് തരണേ. അയ്യോ, അങ്ങനെ നിക്കണമെന്നില്ല, ഇങ്ങനെ നിന്നാ ചെയ്യേണ്ടത്. ആണോ? അതാരുടെയാ? നിന്റെ ഒരു കാര്യം, നീ വന്നേ. ആ ബാഗ് ആരുടെയാണെന്ന് പറയൂ മൂന്തേട്ടാ. ഈ ബാഗാ? അത് ജോണിന്റെ. ജോണിന്റെ? അതിനിത് ലേഡീസ് ബാഗ് ആണല്ലോ. എവിടെ? അയ്യേ, ഇത് ലേഡീസ് ബാഗ് ആണല്ലോ. ഇതാണ് അവന്റെ കുഴപ്പം. അവന് ഈ ലേഡീസുമായിട്ട് അധികം ബന്ധമില്ലാത്തതുകൊണ്ട് ലേഡീസ് ബാഗ് ഏതാ ജെന്റ്സ് ബാഗ് ഏതാന്ന് തിരിച്ചറിയാൻ കഴിവില്ല. ശാപം. മക്കൾ വന്നേ. എന്താ ചെരുപ്പ്? ലേഡീസ് ചെരുപ്പ്. പക്ഷേ ഇത് അവന്റെ അല്ലട്ടോ. അടുത്ത ഇഷ്യൂല് ഫ്രണ്ട് പേജിൽ ഫോട്ടോ, ബാക്ക് പേജിൽ ആഡിൽ വരാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുക. ഇനി വൈകിയ നടയടയ്ക്കും, അത് ഉറപ്പാ. ആരാ നിലവിളിച്ചേ? നിലവിളിക്കേ? ആര്? എവിടെ? നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും, നീ വന്നേ. ഞാൻ കേട്ടതാ. അയ്യോ, എന്തൊരു കഷ്ടത, നീ വന്നേ. അല്ല അന്നേ, ഞാൻ കേട്ടതാ. കൃഷ്ണ എന്തോ അവിടെ ഒന്ന് ആര്? ആരാ ഇവള്? ആരാണെന്ന്?